അഡ്വൈസ് ചെയ്യാൻ പറ്റിയ സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെവിയിൽ പറയും. ഞാൻ പറയും, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഭിനയത്തിന്റെ കാര്യത്തില്ല. ഋഷോട്ടാണെങ്കിൽ എന്തെങ്കിലും സീരിയസ് സീനാണെങ്കിൽ ബാക്കിൽ ബൈക്കിൽ ഞങ്ങൾ പോകുമ്പോ ഉള്ളൊരു സീനാണ്. ഫ്രണ്ടില് ക്യാമറ, തൊട്ടപ്പുറത്തൊരു പാടത്തിന്റെ കുഴിയാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു മൂവ്മെന്റ് എടുക്കണ്ടോ, ഋഷോട്ടന്റെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞ സമയത്ത് ഇനിയിപ്പോ എവിടേക്കാ നമ്മളാ സീരിയസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഋഷോട്ടൻ പറഞ്ഞ തമാശകളെ അപ്പൊ നമ്മളെ കംഫർട്ടബിൾ ആക്കാനാണ് നോക്കുന്നത്. ഇപ്പൊ ജോസ് സാർ ആണെങ്കിൽ പോലും സീരിയസ് ആയിട്ട് റൂമിന്റെ ഉള്ളൊരു സീനല്ല. സാർ യാസ്ഖാൻ സാർ, ജോസ് സാർ എല്ലാവരും കൂടി നിൽക്കുന്ന സീനിലാണ് ഞാൻ ഫസ്റ്റ് വരെ കാണുന്ന. ആ സമയത്ത് അതിന് മുമ്പ് ഒരു കമ്മ്യൂണിക്കേഷൻ വരെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതിനുള്ളിൽ അസോസിയേറ്റ് ക്യാമറ ഇവർ രണ്ടുപേരും, ഞാൻ റൂം തുറന്ന് ചെല്ലുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും അവിടെ ഇരിക്കുക. സീനിയർ ആയിട്ട് ഭയങ്കര നമ്മുടെ മനസ്സിൽ സ്വപ്നങ്ങളൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ് ഇവരെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പൊ ഞാനിതില് എന്താണ് ചെയ്യുന്നുള്ള ഇത് ഞാൻ മറക്കുക. പക്ഷെ ആ സിറ്റുവേഷന്റെ ഉള്ളിൽ അവിടെ നിന്നുകൊണ്ട് നമ്മളതിനെ പരമാവധി എങ്ങനെ, കാരണം അവര് പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ ആ സീൻ നന്നാവണമെങ്കിൽ എല്ലാവരും നന്നാവണം. അപ്പൊ അതിന് വേണ്ട എല്ലാ എഫേർട്ടും ഇവരിട്ടുണ്ട്. അപ്പൊ ഒരു പ്രത്യേക അഡ്വൈസ് എന്ത് ഞാൻ തന്നു എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാ രീതിയിലും 360 ആംഗിളിൽ നോക്കുകയാണെങ്കിൽ എല്ലാ രീതിയിലും ഇവരൊക്കെ നമ്മൾ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു.